സമൂഹത്തിൽ പല സ്ത്രീകളും ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് എന്ത് റീസൺ ആണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇപ്പം നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. നമസ്കാരം, താങ്ക് യു സോ മച്ച്. മഞ്ജു പറഞ്ഞ മാതിരി തന്നെ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ വന്നതിൽ താങ്ക് യു സോ മച്ച്. നമ്മുടെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതിൽ നമ്മളെല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. ആൻഡ് മഞ്ജു പറഞ്ഞ മാതിരി തന്നെ കുറച്ച് പെർട്ടിനൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. സോ ഇനിയും ആൾക്കാർ ഈ നടന്ന സംഭവങ്ങൾ നമ്മുടെ സിനിമ കാണും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അഗൈൻ താങ്ക് യു സോ മച്ച് ടു ദ പ്രസ് ഫോർ കമ്മിങ് ഹിയർ. ഇറ്റ് മീൻസ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം. മഞ്ജു ചേച്ചി ശ്രുതി പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതില് കുറച്ചും കൂടി ഫാമിലി അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ചും കൂടി ഈ സിനിമ കുറച്ചധികം കാണണം, അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ആതിര എന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിനും ഇങ്ങനൊരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ഈ ഒരു വേദി ഒരുക്കിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ സിനിമയിൽ പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ലിജോ പറഞ്ഞ പോലെ തന്നെ ഇത് സ്ത്രീകൾ മാത്രമല്ല, കുടുംബ പ്രേക്ഷകർ എല്ലാവരും കാണണം എന്നുള്ള ആ ഒരു ഇതാണ് നമുക്കുള്ളത്. കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്താനും നിങ്ങളുടെ സഹായത്തോടെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു. ബാക്കി നമ്മൾ സംസാരിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർഹ. ഞാൻ ഈ സിനിമയിൽ ഒരു സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അശ്വത് എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ സിനിമയിൽ വളരെ സെൻസിബിളും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് സംസാരിക്കുന്നത്. അപ്പം അതൊരു ഫാമിലി ഓഡിയൻസിനുപരി എല്ലാ പ്രേക്ഷകരിലേക്കും അത് എത്തണം എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. സോ താങ്ക് യു. ഹലോ, എൻ്റെ പേര് അഞ്ജു എബ്രഹാം. ഞാനിതിൽ CPO മായ എന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഒരു ഘട്ടത്തിൽ കഥ എത്തുന്ന സമയത്ത് അവിടെയാണ് CPO മായ ഉള്ളത്. നിലപാടുകളുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്കിരണോട് കൈമാറും. ഹായ് എവരി വൺ, എല്ലാവർക്കും നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പം സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതല്ല, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ഥിരം വരുന്നതായ സ്ത്രീപക്ഷ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിനകത്ത് കാണുമ്പോഴേക്കും ഒരു മെയിൽ ഷോവിനൻസ് അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസ് ആണ് എടുത്ത് കാണിക്കുന്നത്. ശരിക്കും അത് തന്നെ എടുത്ത് കാണിക്കാനാണോ ഈ സിനിമയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്? ഐ തിങ്ക് സോ. അത് ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാണുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഐ തിങ്ക് ഈ സിനിമ പറയുന്ന ചില കാര്യങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് മേക്കേഴ്സ് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇതങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ ഇത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ മറുവശം നോക്കുമ്പോഴേക്കും എല്ലാം നല്ലതിനും ഒരു മോശം എന്ന് പറയുന്ന പോലെ മറുവശം നോക്കുമ്പോഴേക്കും പുരുഷന്മാർ ഇങ്ങനെ ആയി പോകുന്നുണ്ട്, ഇങ്ങനെയാണ് കൂടുതൽ ഫാമിലീസിന് നടക്കുന്നത്, അങ്ങനെ ഒരു ചർച്ച കൂടെ ഉണ്ടായിരുന്നു. അതും അങ്ങനെ ഒരു വേണ്ടാത്തൊരു മെസ്സേജ് കൂടി അതല്ല, ക്യാമറയിൽ കൈ തരണ്ട പറഞ്ഞു. കൈ ആക്ഷൻ തോന്നി മാത്രമല്ല, ആക്ഷൻ വേണ്ട. അതായത് ഇപ്പം എല്ലാ നല്ല വശങ്ങൾക്കും ഒരു മോശം എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും പുരുഷന്മാരെല്ലാം ഒരു കൂട്ടം ഇങ്ങനെയാണ് മേജർ ഫാമിലീസിൽ ഇങ്ങനെ കാര്യങ്ങളാണ് നടന്നു പോകുന്നത് എന്നുള്ളത് എടുത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇതിന് പോകുന്നില്ല. അങ്ങനെ ഒരു ചർച്ച വന്നായിരുന്നു. ഇല്ല, അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ തന്നെ ആവശ്യമില്ല. ഇതിപ്പം ഈ സിനിമയിലാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഇപ്പം മെയിൽ ഷോവനിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അജിത്തേട്ടനെ ഒറ്റയ്ക്ക് മീശ പിരിച്ച് സുരാജേട്ടന്റെ ഒരു മിററിലൊരു സീൻ കാണിക്കുന്നുണ്ട്. അതേ സമയം തന്നെ ശ്രുതി ചേച്ചി ബിച്ചേട്ടന്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള ഫാമിലീസും ഉണ്ട്. നമുക്കിതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റോഷ് ചേച്ചിയുടെ ഉണ്ണിയേട്ടന്റെ ഫാമിലിയാണ്.
അപ്പം ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്നു, ഐഡിയൽ ആയിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകള് ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിലാണെങ്കിൽ ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്, പിന്നീട് ഒരു സൊല്യൂഷൻ കാണിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. ശരിക്കും പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്, അതായത് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ വെളി വരുമ്പോഴാണല്ലോ ഈ പറഞ്ഞ മേജർ സീൻസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനകത്ത് സംസാരിക്കുന്ന എലമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ഒരു ഫാമിലി റിലേഷനിലായാലും ശരി, ഒരു മാരേജിലായാലും ശരി, വരുന്ന എല്ലാവരും അറിഞ്ഞിരിക്കാൻ, പരസ്പരം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എനിക്കത് പറയാനില്ല, കാരണം ഫിലിമിൻ്റെ എലമെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. അപ്പം അത് അങ്ങനെ ഒരു കാര്യങ്ങൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ് ആയതിനു ശേഷം വൈഫിൻ്റെ വീഡിയോസും ഫോട്ടോസും റിലീസ് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ട് വൈഫ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതായത് ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ പോലും പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ വരുമ്പോഴും പ്രത്യേകിച്ച് നമ്മളെ പല മാർഗങ്ങളാണ് സമൂഹത്തിൽ നല്ലത് വരും, ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കൽ പോലും നല്ലത് കണ്ടിട്ടില്ല. ഈ സിനിമയിൽ ഇങ്ങനൊരു മെസ്സേജ് വന്നത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ ധന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത്. അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിലൊരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായെന്ന് ചിലർക്ക് ചിന്തിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധന്യയെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, നമുക്കൊക്കെയും അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനമായേക്കാമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്ന് വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ്. നോർമലി ഇരിക്കുന്ന അജിത്ത് എന്ന കഥാപാത്രത്തെ ട്രിഗർ ചെയ്തത് ഒരു രണ്ടുപേരുടെ ടോക്ക് ആയിരിക്കത്തില്ല, ഒരു ആൺ സുഹൃത്തിനോട് സംസാരിച്ചത് കൊണ്ടാണ് അത് ട്രിഗർ ചെയ്യുന്നത് വെച്ചാൽ. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺ സുഹൃത്തിനോട് ഇതിങ്ങനത്തെ ടോക്കുകൾ പാടില്ല, അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ പറയുന്നില്ലല്ലോ. അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്ത് ഉണ്ടാവാൻ പാടില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. പുള്ളിക്കാരനെ ട്രിഗർ ചെയ്ത എലമെന്റ് ആണല്ലോ അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ട്രിഗർ ചെയ്തു, അത്രേ ഉള്ളൂ. സൊസൈറ്റിയിൽ അങ്ങനെയുണ്ടോ സ്ത്രീകൾക്ക് അങ്ങനെ സുഹൃത്തുക്കൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ നേരിടുന്നതല്ല അവസ്ഥയുണ്ടോ? ഞാൻ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ നേരിടുന്നില്ല. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഐ മീൻ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ മെയിൽ ഫ്രണ്ട്സ് ആണ്. മെയിൽ ഫ്രണ്ട്സ് ഉണ്ട്, ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട്. ഐ തിങ്ക് കുറെ ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട്, സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ സൊസൈറ്റിയിലെ സ്ത്രീകൾ ആ മട്ടിൽ പുരുഷന്റെ അനുവാദത്തോടുകൂടി ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയാണ് ഒരു മെയിൽ ഫ്രണ്ട് പറ്റും എന്ന് പറഞ്ഞ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലും പുരോഗമിച്ചത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോന്നോ? അതായത് ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി ഒരു മെയിൽ ഫ്രണ്ട് അനുവാദം വേണ്ടി വരുന്നു എന്ന സാഹചര്യം കേരളത്തിലുണ്ടോ?
അങ്ങനെയുമുണ്ട്. ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാത്ത ആളുകളുണ്ട്. പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സമൂഹത്തിൽ പല സ്ത്രീകളും ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് എന്ത് റീസൺ ആണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇപ്പം നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഒരു ഭയക്കുന്നത് എന്തിനെയാണ്? അല്ലെങ്കിൽ അവരിനിയും ഇങ്ങനെയുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കേസുമായിട്ട് മുന്നോട്ട് വരണ്ടേ? അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പറയുന്നത്? ഭയക്കുന്നത് ഒന്ന് ഫാമിലി ഉണ്ടാവാം, അവരുടെ അച്ഛൻ അമ്മ സൊസൈറ്റി. രണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് അവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവരാരും ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി, കുട്ടികളുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ അങ്ങായി. അപ്പൊ അവർക്ക് ഇനി ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം. അപ്പൊ എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, എല്ലാ വുമൻസിനോടും പറയാനുള്ളത്, ഇൻഡിപെൻഡന്റ്ലി ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആവണം. അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാലും അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ധന്യ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ആ തീരുമാനം എടുത്തതെങ്കിലും ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. I also think social conditioning എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റ്. അപ്പോൾ ആൻഡ് ഓൾസോ അതിന് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് ടു ദ മീഡിയ, താങ്ക്സ് ടു എക്സ്പോഷർ, അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ കേസിന് പോവാത്തത്? ഓഫ്കോഴ്സ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഓൾസോ സോഷ്യൽ കണ്ടീഷനിങ്, അപ്പൊ അതിപ്പോ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കുറെ രീതി, സെപ്പറേഷനിലാണെങ്കിലും ഡിവോഴ്സിലാണെങ്കിലും സ്ത്രീകൾ പുറത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട്. തീർച്ചയായും ഞാൻ ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു പോയിന്റ് ഉള്ളപ്പോൾ പോയി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വളരെ നല്ല കാര്യമാണ്. സ്വന്തമായിട്ട് ഐഡന്റിറ്റി വേണം, സ്വന്തമായിട്ട് ജോബ് സെക്യൂരിറ്റി എപ്പോഴും വേണം. തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സൊസൈറ്റിയിലെ ഡിവോഴ്സ് റേറ്റുകൾ കൂടി വരുവാണ്. അതായത് അവരോട് ഒരു തവണ പബ്ലിക് റെസ്പോൺസ് എടുത്തപ്പോൾ അവർ പറഞ്ഞ കാരണം വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എനിക്കിനി ഒരാളെ എന്തിനും ഡിപ്പെൻഡ് ചെയ്യണം, എനിക്കൊരു ഫാമിലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പിന്നെ എന്തിനാണ് ഒരു ഫാമിലി എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആവുന്ന അനുസരിച്ച് ഫാമിലി വാല്യൂ കുറയുകയല്ലേ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിനും ഡിവോഴ്സ് പോവുക അങ്ങനത്തെ. ഓക്കെ, ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാനും ഇതിനെ കുറിച്ച് കുറെ ആലോചിച്ചിട്ടുണ്ട്. വാട്ട് ഈസ്, അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ്? രണ്ടുപേര് ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ? അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ ഇതില് രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, റെസ്പെക്ട് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു മാരിഡ് ലൈഫ് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് എന്ത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവിടെയും ഒരു റെസ്പെക്റ്റും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ഈ കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വി അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ ആസ് പീപ്പിൾ. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഇത് ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ്, ഇറ്റ്സ് ബെറ്റർ ടു ഹാവ്, ഐ മീൻ അവിടെ കുട്ടികൾ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് 2 ഹാപ്പി പേരൻസ് ദെൻ 2 അൺഹാപ്പി, എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ്. അപ്പൊ ആ കുട്ടിക്ക് 2 അച്ഛനും അമ്മയും ഒന്നിച്ചല്ല എന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് ഇസ് വാച്ചിങ് 2 വെരി ഹാപ്പി പീപ്പിൾ. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. അതിന് ഐ ഗെസ് നമ്മൾ ഇനി വെൻ വി ഗെറ്റ് ഇൻ ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ, അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാണ്ട്സും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ വാണ്ട്സും നീഡ്സും അറിയാം. അതന്നെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിൽ തന്നെ ഉണ്ണിയുടെ കഥാപാത്രം പുള്ളിക്കാരൻ പോസിറ്റീവ്സ്, ഒരാൾക്ക് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. പുള്ളിക്കാരൻ പോസിറ്റീവ് ഷെയ്ഡുകൾ മാത്രമേ കാണിക്കുള്ളൂ, നെഗറ്റീവ് ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ ഒരു നോർമൽ ഒരു സൊസൈറ്റിയിലെ കാര്യം വെച്ചാൽ നമ്മുടെ ഒരു റിലേഷനിലുള്ളപ്പോൾ ബെസ്റ്റി അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഒരു ഫീമെയിൽ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മറ്റൊരു ആൺ സുഹൃത്ത് മിണ്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ജെലസ്, അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം.
അപ്പോൾ ഇതിനകത്ത് ഒരു ഉണ്ണിയുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ താങ്കളുടെ കഥാപാത്രം ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് എന്താ അവരുമായിട്ട് കമ്പനി ആവാത്ത, പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇവരുമായിട്ട് മാത്രമാണ് ഉണ്ണി കമ്പനി ആവുന്നത് എന്നൊരു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നോർമലി ചിന്തിക്കുമ്പോൾ അജിത്തിൻ്റെ ഭാഗത്ത് ഒരു ഇതില്ലേ, കാരണം അവരുടെ ഫാമിലിയിലേക്ക് ഉണ്ണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം പെട്ടെന്ന് വന്ന് പുള്ളിക്കാരനെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ ഉണ്ണി അതെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ചിന്തിച്ചൂടെ? ചിന്തിച്ചോളൂ. അങ്ങനെ ശരിക്കും അങ്ങനെ അല്ല, ഞാൻ കോമഡി ആയിട്ടല്ല പറയുന്നത്, അത് കറക്റ്റ് ആണ്. അത് അജിത്ത് ലൈക് സുരാജേട്ടൻ പ്രൊമോഷൻസിന് ഇരുന്നപ്പോ സുരാജേട്ടൻ അജിത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് സുരാജേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഹാപ്പി ഫാമിലി ലൈഫിൽ വേറൊരാള് വന്ന് കയറുമ്പോ അത് അജിത്തിന്റെ വ്യൂ പോയിന്റ് ആണ്. അജിത്ത് വാസ് ഇൻ എ ഹാപ്പി മാരിഡ് ലൈഫ്, ധന്യക്ക് ഹാപ്പി മാരിഡ് ലൈഫ് ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് അജിത്തിന്റെ വ്യൂ പോയിന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ അപ്പൊ അജിത്തിന്റെ വ്യൂ പോയിന്റില് ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ഫാമിലിയിലേക്ക് കയറി വന്നപ്പോ കൊളാക്കി. പക്ഷെ കൊളായോ എന്ന് ചോദിച്ചാൽ എന്റെ പെർസ്പെക്റ്റീവില് കൊളായിയാണ് എനിക്ക് തോന്നുന്നത്. ഈ അജിത്തിന്റെ വളരെ ഹാപ്പി മാരീഡ് ലൈഫാണ്. വാട്ട് അബൌട്ട് ധന്യ? അപ്പൊ ധന്യയുടെ അടുക്കൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് ഉണ്ണി. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അതിനെ കൺസിഡർ ചെയ്തൂടെ? അല്ല, അപ്പൊ അജിത്ത് പറഞ്ഞ അജിത്ത് ഗ്യാങ്ങായിട്ട് അടിച്ചു പൊളിക്കുന്നു. അജിത്തിന്റെ പെർസ്പെക്റ്റീവില് ധന്യയുടെ ഫ്രണ്ട്സുമായിട്ട് അതേ ഫീമെയിൽ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട് എന്നല്ലേ വിശ്വസിക്കുന്നത്? ഇല്ല, അങ്ങനെ നടക്കുന്നില്ലല്ലോ. അതിനകത്ത് സിനിമ കണ്ടില്ലേ, അതിനകത്ത് അങ്ങനെ നടക്കുന്നില്ലല്ലോ. അജിത്തിന്റെ പെർസ്പെക്റ്റീവ് പറയുന്നത്. അപ്പൊ അജിത്ത് വിശ്വസിക്കുന്ന അജിത്തിന്റെ സർക്കിളിൽ എന്നും കരയുകയും വളരെ സങ്കടപ്പെട്ട് ജീവിക്കുകയും അൺഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വൈഫാണ് ധന്യ എന്ന് എല്ലാ സീനുകളിലും കാണിക്കുന്നുണ്ട് ഇല്ലേ? വീട്ടിനകത്ത് നടക്കുന്നത്, ഞാൻ വീട്ടിന് പുറത്തുള്ളതാണ് പറയുന്നത്. വീട്ടിനകത്ത് തന്നെ റൂഫ് ടോപ്പിൽ നടക്കുന്ന ഒരു വെള്ളമടി പാർട്ടിയുണ്ട്. അതിനകത്ത് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത് ട്രെയിലറിൽ പറയുന്നുണ്ട്, ഒരു യൂറോപ്പ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഉപ്പചാക്ക് തലയിൽ വെച്ച് തൃശ്ശൂർ പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത് കേട്ടാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. അപ്പൊ അത്രയും സഹിക്കുന്നുണ്ട് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ. മോൾക്ക് വേണ്ടിയിട്ടാണത്. ഇപ്പം പറഞ്ഞ് അജിത്തിന്റെ ക്യാരക്ടർ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ധന്യയുടെ ക്യാരക്ടർ കരയുവാണ്, വിഷമിക്കുകയാണ്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ധന്യന്മാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ശരിക്കും ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഭർത്താവിന്റെ കയ്യിലാണോ, അല്ലെങ്കിൽ ഭർത്താവാണോ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? ഭർത്താവിന് ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും, അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ? അതാണ് പറയാനുള്ളത്. അതിനാണ് കുറച്ച് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ, ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മളുടെ പേരൻസിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറൊരു ഇടമില്ലായ്മ, അങ്ങനത്തെ ഒരുപാട്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ചിലർക്ക് ഒരുപാട് പഠിപ്പ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ഇറങ്ങിപ്പോക്ക് ആർക്കും പറ്റാതെ വരുന്നത്. അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതൊന്നും എവിടെയും ഇല്ല. ലിജോ പറഞ്ഞ പോലെ അതൊരു കാര്യമാണ്. ഈ പറഞ്ഞ റീസൺസ് എല്ലാം റീസൺസ് ആണ്. പക്ഷെ ഇപ്പം പഠിപ്പുണ്ടെങ്കിലും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളോട് ആദ്യം പറയാം, സ്ത്രീയോട് ആദ്യം പറയാം സഹിക്കും, അഡ്ജസ്റ്റ് ചെയ്യും, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇമോഷണലി അവർക്ക് ആ ഒരു എന്താ പറയാ ഒരു മെച്യൂരിറ്റി ഉണ്ടാവില്ല ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. അപ്പൊ ഈ സിനിമയിൽ കാണിക്കുന്ന ടോക്സിക് പാരന്റിങ് അവസാനം കുട്ടീനെ കൂടെ ബാധിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ഇതങ്ങനെയുള്ള ക്യാരക്ടർ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ഇത് സ്ത്രീകൾ മാത്രം. അതായത് നമ്മളിപ്പോ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് ഒരു സംശയം സിനിമ കണ്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഈ സിനിമ സ്ത്രീപക്ഷമാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ. പക്ഷെ ഈ സിനിമ എൻ്റെ കുട്ടിയുടെ ഒപ്പം ഞാൻ പോയിട്ട് കാണുമ്പോൾ 5-6 വയസ്സുള്ള എൻ്റെ മകൻ്റെ ഒപ്പം ഞാൻ ഇന്ന് കാണുമ്പോൾ അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കുന്നുണ്ട്. ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ ക്രീം ലെയറിൽ എത്തുന്ന ഇതിലാണ്. അത് നമ്മൾ ആ സിനിമയിൽ കാണുക, അതിന് നോർമലൈസ് ചെയ്യല്ലേ. ഈ കുട്ടി വിചാരിക്കുക, എൻ്റെ മകൻ വിചാരിക്കുക ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുകയും അവൻ അതിനെ നോർമലൈസായി കാണുകയും ചെയ്യുന്ന ആ മട്ടിലൊരു സ്ത്രീവിരുദ്ധ സിനിമയല്ലേ? ഡൊമസ്റ്റിക് വയലൻസ് ഇതിൽ എവിടെ അങ്ങനെ കാണിക്കുന്നില്ല. സൗണ്ടുകൾ കൊണ്ടും ഈ പാടിയുടെ പാടുകൾ കൊണ്ടാണ് കാണിക്കുന്നത്. അതൊരിക്കലും നോർമലൈസ് ആവത്തില്ല. ബിക്കോസ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വിഷമം എത്രത്തോളം എന്ന് കാണുന്നുണ്ട്. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമം മൂലം അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പൊ ചക്കിക്കും
അത്രയും വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എങ്ങനെ ചെയ്തിട്ടുണ്ടോ അല്ല അത് പറയൂ, അതാണ് ചോദ്യം. ഇതിന് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടോ? ഗ്ലോറിഫൈ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിലും ഇതുണ്ട് എന്ന് ഒരു സൂചന. കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു ലെസ് ദാൻ 5% ആളുകൾ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കാണുന്നു. ഒരു ക്രീം ലെയർ സൊസൈറ്റിയാണ് അവിടെ. ആ സൊസൈറ്റിയിൽ ഇത് ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള 95% കുടുംബങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് മോശമാകില്ല. എങ്ങനെ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞത് എല്ലാ ഇപ്പൊ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊന്നും തരംതിരിച്ചിട്ടല്ല, ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതാ ശ്രുതിയും ബിജുചേട്ടനും ചെയ്ത അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ. അവരുടെ ഫാമിലി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ധന്യയുടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ്, എപ്പോഴും അടിയാണോ എന്ന് എങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല.